മധ്യപ്രദേശിലെ ആശുപത്രിയിലെത്തിയ വയോധികനെ ഡോക്ടർ ക്രൂരമായി മർദ്ദിച്ചു. വലിച്ചിഴച്ചു കൊണ്ടുപോയി ആശുപത്രിയിൽ പോലീസ് ഔട്ട്പോസ്റ്റിലാക്കി. ഛത്തർപൂരിലെ ജില്ലാ ആശുപത്രിയിലാണ് സംഭവം വിവാദമായതോടെ ഡോക്ടർ രാജേഷ് മിശ്രയുടെ കരാർ റദ്ദാക്കി സർവീസിൽ നിന്ന് ഇയാളെ പിരിച്ചുവിടുകയും ചെയ്തു. ബൽറാം നെടുങ്ങാടിയാണ് ചേരുന്നത് വിവരങ്ങളുമായി. ബൽറാം, ഇത് എന്തിനാണ് ഈ വയോധികനെ, നമുക്കിത് കേൾക്കുമ്പോൾ തന്നെ ഇത്തരം വാർത്തകൾ, എന്തിനാണ് ഒരു ഡോക്ടർ ജീവൻ രക്ഷിക്കാനുള്ളയാളാണ്, എന്തിനാണ് ഇങ്ങനെ ചെയ്തത്? എന്തായിരുന്നു അവിടുത്തെ ഒരു സാഹചര്യം? കൂടുതൽ വിവരങ്ങൾ പറയും. സ്മിത, പ്രവിത, ഏറെ ദാരുണമായ ഒരു സംഭവമാണ് ഈ ഛത്തർപൂർ ജില്ലാ ആശുപത്രിയിൽ ഉദ്ധവ്ലാൽ ജോഷി എന്ന 77 വയസ്സുകായ വൃദ്ധൻ നേരിട്ടത്. ഈ വയോധികൻ ഭാര്യയ്ക്ക് വയറുവേദനയെ തുടർന്ന് ചികിത്സയ്ക്കായാണ് ഈ ജില്ലാ ആശുപത്രിയിൽ എത്തിയത്. ഇവിടെ വലിയ തിരക്ക് ആ സമയത്ത് ഉണ്ടായിരുന്നു. താൻ ഈ സ്ലിപ്പ് വാങ്ങി ക്യൂവിൽ കാത്തുനിന്നു എന്നും മണിക്കൂറുകൾ കാത്തുനിന്ന ശേഷം തൻ്റെ ഊഴമായ ഘട്ടത്തിൽ ഡോക്ടർ യാതൊരു പ്രകോപനവുമില്ലാതെ പെട്ടെന്ന് തന്നെ അടുത്തേക്ക് എത്തുകയും മർദ്ദിക്കുകയും തുടർന്ന് വലിച്ചിഴയ്ക്കുകയുമായിരുന്നു എന്നാണ് ഈ ജോഷി പോലീസ് അടക്കമുള്ളവരെ അറിയിച്ചിരിക്കുന്നത്. ഇയാളെ ഈ ഡോക്ടർ രാജേഷ് മിശ്ര ആശുപത്രിയുടെ വരാന്തയിലൂടെ വലിച്ചു കൊണ്ടുപോകുന്ന ദൃശ്യങ്ങൾ പുറത്തു വന്നിട്ടുണ്ട്. ആ സമയത്ത് ആശുപത്രിയിലുണ്ടായിരുന്ന ആളുകൾ ചിത്രീകരിച്ച ദൃശ്യങ്ങളാണ് പുറത്തു വന്നത്. ഇയാളെ മർദ്ദിച്ച് വലിച്ചിഴച്ചു കൊണ്ടുപോയി പോലീസ് ഔട്ട്പോസ്റ്റിലാക്കുകയായിരുന്നു. ജയിലിലടയ്ക്കുമെന്ന് ഭീഷണിപ്പെടുത്തിയതായും ഈ ജോഷി വ്യക്തമാക്കിയിട്ടുണ്ട്. ഇയാളുടെ വസ്ത്രങ്ങൾ കീറി ദേഹത്തെ പരിക്കേൽക്കുന്നത് അടക്കമുള്ളവ ചെയ്തു. ഈ സംഭവം നടന്ന ഉടൻ തന്നെ അവിടെ വലിയ തിരക്കായിരുന്നു. അതിൽ ചില ആളുകൾ പ്രതിഷേധം അറിയിച്ചതോടെ ഡോക്ടർ സ്ഥലത്തു നിന്നും രക്ഷപ്പെടുകയായിരുന്നു. തുടർന്ന് ഈ ദൃശ്യങ്ങൾ സമൂഹ മാധ്യമങ്ങളിലൂടെ വ്യാപകമായി പ്രചരിച്ചു. ഇതിനെതിരെ വലിയ പ്രതിഷേധം സംസ്ഥാനത്ത് പലയിടത്ത് നിന്നും ഉയർന്നു. ജില്ലാ കളക്ടറുടെ ശ്രദ്ധയിൽപ്പെട്ടതിനെ തുടർന്നാണ് ഈ വിഷയത്തിൽ നടപടി ഉണ്ടായിരിക്കുന്നത്. അതിനു മുമ്പായി തന്നെ ഡോക്ടർക്ക് നോട്ടീസ് നൽകി ആഭ്യന്തര അന്വേഷണം പ്രഖ്യാപിച്ചിരുന്നു എന്നാണ് ഛത്തർപൂർ ജില്ലാ ആശുപത്രി അധികൃതർ വ്യക്തമാക്കുന്നത്. ഈ ഡോക്ടർ ഓർത്തോപീഡിക് വിഭാഗത്തിലെ ഒരു കരാർ ജീവനക്കാരനായിരുന്നു എന്നാണ് ആശുപത്രി അധികൃതർ നൽകുന്ന വിശദീകരണം. സംഭവത്തിന് പിന്നാലെ ഇയാളുടെ കരാർ റദ്ദാക്കി ഇയാളെ സർവീസിൽ നിന്നും പിരിച്ചുവിട്ടതായി ആശുപത്രി അധികൃതർ വ്യക്തമാക്കിയിട്ടുണ്ട്. ഒപ്പം തന്നെ ഈ ആശുപത്രിയുടെ മേൽനോട്ട ചുമതലയുണ്ടായിരുന്ന ഡോക്ടർ GL അഹിർവാറിനെയും സസ്പെൻഡ് ചെയ്തിട്ടുണ്ട്. ഈ ഡോക്ടർക്കെതിരെ ജില്ലാ കളക്ടറുടെ നിർദ്ദേശമനുസരിച്ച് പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തതായും ആശുപത്രി അധികൃതർ വ്യക്തമാക്കുന്നു. നിലവിൽ ഇപ്പോൾ അന്വേഷണം പുരോഗമിക്കുകയാണ്. ഈ ഡോക്ടർ രാജേഷ് മിശ്രയ്ക്ക് നോട്ടീസ് അയച്ചു എന്നാണ് പോലീസ് നൽകുന്ന വിശദീകരണം. സ്മിത, പ്രവിത, വയോധികനെ ക്രൂരമായി മർദ്ദിച്ചത് ഒരു ഡോക്ടർ തന്നെയാണെന്നുള്ളതാണ് അതിൻ്റെ ഏറ്റവും വലിയ സങ്കടകരമായ കാര്യം. എന്തായാലും ഇപ്പോൾ ഈ ഡോക്ടറെ സർവീസിൽ നിന്ന് പിരിച്ചുവിട്ടിട്ടുണ്ട്. അത് കരാറടിസ്ഥാനത്തിലാണ് അയാൾ അവിടെ ജോലി ചെയ്യുന്നത്. ഒരു ഡോക്ടർ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് എന്തിന്റെ അടിസ്ഥാനത്തിലാണെങ്കിൽ കൂടി അത് അംഗീകരിക്കാൻ പറ്റില്ല.